നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാനുള്ള CPM നീക്കം ഫലം കണ്ടില്ല. ഒടുവിൽ ശിവഗിരി മഠവും വെള്ളാപ്പള്ളിയെ കൈയൊഴിഞ്ഞു. കോടതി വിധി സ്റ്റേ ചെയ്യാനുള്ള നീക്കങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത്. വെള്ളാപ്പള്ളിയെ എതിർക്കരുത് എന്ന പിണറായിയുടെ ആവശ്യമാണ് CPM തള്ളിയത്. സുപ്രീം കോടതിയിൽ പോയാലും കേസിൽ നിന്നും ഊരാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. കളിച്ചുകുളങ്ങരയിൽ അതിഭീകരമായ രംഗങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ആശങ്കയിലും ഈ സന്താപത്തിലുമാണ് വെള്ളാപ്പള്ളി ഉള്ളത്. എന്നാൽ BJPയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര പിന്തുണ വെള്ളാപ്പള്ളി കിട്ടുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. അതിനിടെ ശിവഗിരി മഠത്തിന്റെ പ്രസ്താവന വെള്ളാപ്പള്ളിയെ വെള്ളത്തിലാക്കി. ഇന്നലെ വരെ വെള്ളാപ്പള്ളിയെ കണ്ട് വണങ്ങി നിന്നവർ അദ്ദേഹത്തെ അവഗണിക്കുന്നതായും അഭ്യൂഹമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയ ഹൈക്കോടതി നടപടിയെ കഴിഞ്ഞ ദിവസമാണ് ശിവഗിരി മഠം സ്വാഗതം ചെയ്തത്. വിധി ശ്രീനാരായണീയ ഭക്തർക്കുള്ള ആശ്വാസ പ്രഖ്യാപനമാണ്. അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോവുകയാണ്. ഗുരുവിന്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന നിർദ്ദേശം വന്ന ദുരവസ്ഥ പോലും ഉണ്ടായി. ഇപ്പോഴുണ്ടാകുന്ന മാറ്റം നല്ലതാണ്. നല്ല രീതിയിലുള്ള ഭരണം ഉണ്ടാകണമെന്നും ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദൻ പറയുന്നു. SNDP യോഗത്തെ മറ്റു സമുദായങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ SNDP ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെന്നും അതിനാൽ ഇത്തരമൊരു മാറ്റം അനിവാര്യമാണെന്നും കോടതി വിധി സ്വാഗതം ചെയ്തുവെന്നും സ്വാമി സച്ചിദാനന്ദൻ വ്യക്തമാക്കി. കമ്പനി ആക്ടിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരടക്കം എല്ലാ ഭാരവാഹികളുടെയും സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കിയിട്ടുണ്ട്. SNDP യോഗത്തിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും ഉത്തരവിട്ടു. ജസ്റ്റിസ് TR രവിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് DIN അതായത് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇവരുടെ DIN അക്കൗണ്ടിന് സാധുത ഇല്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. തുടർന്നാണ് കമ്പനി ആക്ടിന്റെ അതായത് 164(2) പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതിക്ക് വീഴ്ച വരുത്തിയെന്നും ഇത് കമ്പനി ആക്ടിന്റെ ലംഘനമാണെന്നും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. SNDP യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്റീവിലെ അല്ലെങ്കിൽ റിസീവറെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്തരിച്ച എഴുത്തുകാരൻ MK സാനു ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള SNDP യോഗം 2014-15 മുതൽ 3 വർഷം വാർഷിക കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത് കടുത്ത നിയമലംഘനമാണ്. പിഴയടച്ച് പിന്നീട് കണക്കുകൾ സമർപ്പിച്ചിരുന്നില്ലെങ്കിലും ഡയറക്ടർമാർക്ക് ലഭിച്ച അയോഗ്യത ഇതിലൂടെ ഇല്ലാതാക്കില്ല. അയോഗ്യത വന്നതിന് ശേഷവും ഇവർ തൽസ്ഥാനത്ത് തുടർന്നു. ഇത് നിയമവിരുദ്ധമാണെന്നും വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും രജിസ്ട്രേഷൻ IG കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ IG പുറപ്പെടുവിച്ച ഉത്തരവിൽ വിഷയം കൃത്യമായി പഠിക്കുകയോ ആവശ്യമായ കാര്യങ്ങൾ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. 2014-15 വർഷത്തിൽ ശേഷമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടും 2015-16 വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ബോർഡ് അയോഗ്യരായ സാഹചര്യത്തിൽ യോഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ കമ്പനി നിയമത്തിലെ 167(3) വകുപ്പ് പ്രകാരം ആവശ്യമായ താൽക്കാലിക ഡയറക്ടർമാരെ സംസ്ഥാന സർക്കാർ നിയമിക്കണം. പൊതുയോഗം ചേർന്ന് പുതിയ ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുന്നത് വരെ ഇവർക്കായിരിക്കും ചുമതല. ഞങ്ങൾ അയോഗ്യരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സ്ഥാനത്ത് തുടർന്നവർക്കെതിരെ 167(2) വകുപ്പ് പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രജിസ്ട്രേഷൻ IG കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ ചുമതലപ്പെടുത്തണം. ഇതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ സർക്കാർ വെറുതെ ഇരുന്നാൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ തലപ്പത്തെത്തിയത് സംഘടനയിൽ അതുവരെ ഒരു സ്ഥാനവും വഹിക്കാതെയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ 30 വർഷം പൂർത്തിയാക്കുന്നതിന്റെയും പത്മഭൂഷൺ ബഹുമതി കിട്ടിയതിന്റെയും ആഘോഷങ്ങളും സ്വീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കോടതി വിധിയുടെ രൂപത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി ലഭിച്ചത്. പല കാലത്തായി സംഘടനയിലുണ്ടായ ചേരിതിരിവുകളിലോ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെ കേസുകളിലോ സ്വന്തം പ്രസ്താവനകൾ സൃഷ്ടിച്ച വിവാദങ്ങളിലോ ആ കസേരയ്ക്ക് ഇളക്കം തട്ടിയിരുന്നില്ല. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കി വൻകിട കരാറുകാരനായി പേരെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളിയുടെ കടന്നുവരവ്. 1996 ജനുവരി 27-ന് SN ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം നവംബർ 17-ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായി.
പത്രിക കുറിക്കലും അതുപോലെ തന്നെ ഗുരുജയന്തി ആഘോഷവും സമാജ ദിനാചരണവും മാത്രമല്ല സമുദായ പ്രവർത്തകൻ എന്ന തെളിയിച്ച SNDP യോഗത്തെ വിലപേശൽ ശേഷിയുള്ള സാമൂഹിക പ്രസ്ഥാനമായി വളർത്തിയെടുത്തു എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ സംഭാവനയെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്നു. 11 ലക്ഷം അംഗങ്ങളിൽ നിന്ന് 34 ലക്ഷത്തിലേക്ക് 3882 ശാഖകളിൽ നിന്ന് 6485ലേക്കും 58 യൂണിയനുകളിൽ നിന്ന് 140ലേക്കും സംഘടന വളർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 42ൽ നിന്ന് 134ആയി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. ഇതിനിടെ വിവാദങ്ങളും കേസുകളും വെള്ളാപ്പള്ളിയെ തേടിയെത്തി. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നുള്ള വായ്പ ഉപയോഗിച്ചുള്ള മൈക്രോ ഫിനാൻസ് സംരംഭത്തിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായി SNDP യൂണിയനെതിരെ ഒട്ടേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് കോടതിയുടെ പരിഗണനയിലാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി NDA കൺവീനറായിരിക്കുമ്പോഴും വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം നിലനിർത്തി. ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ കാലത്ത് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ആരംഭിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു വെള്ളാപ്പള്ളി. ഈഴവ സമുദായത്തിന് വേണ്ടിയുള്ള ശക്തമായ വിലപേശലിനിടെ വെള്ളാപ്പള്ളി നടത്തിയ ചില താരതമ്യ പ്രസ്താവനകൾ വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. മലപ്പുറത്ത് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലതും വാരിക്കോരി നൽകുന്നതായി വെള്ളാപ്പള്ളി നടത്തിയ വിമർശനങ്ങൾ വ്യാപക പ്രതിഷേധത്തിന് രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും കാരണമായി. ഈഴവ സമുദായത്തിൽ അപേക്ഷിച്ചതൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചതെന്നും വെള്ളാപ്പള്ളി സ്വയം ന്യായീകരിച്ചു. വിമർശനം ലീഗിനെതിരെയാണെന്നും മുസ്ലിം സമുദായത്തിനെതിരെയല്ലെന്നും പലതവണ ആവർത്തിച്ചാണ് അദ്ദേഹം വിവാദങ്ങൾ തണുപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി പൂർണ്ണ പിന്തുണ നൽകിയതും വെള്ളാപ്പള്ളിക്ക് ആശ്വാസമായി. രാഷ്ട്രീയ പ്രതിയോഗികളെ ഏറ്റവും കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി നേരിടുന്നത്. ഇതിനിടെ നായർ ഈഴവ സഖ്യത്തിനായി സജീവ നീക്കം നടത്തിയെങ്കിലും പാതി വഴിയിൽ നിലച്ചു. സംഘടനയ്ക്കുള്ളിൽ വെള്ളാപ്പള്ളിക്ക് എതിരാളികൾ ഉണ്ടായി. സാംസ്കാരിക നായകൻ മുതൽ വ്യവസായ പ്രമുഖർ വരെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ പ്രമുഖർ നേതൃത്വം നൽകിയ പാനലുകളെ പരാജയപ്പെടുത്തി ഓരോ തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളി തന്നെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തി. 3 പതിറ്റാണ്ട് നീണ്ട ആത്മവിശ്വാസത്തിനാണ് ഹൈക്കോടതി വിധി കനത്ത ആഘാതമേൽപ്പിച്ചത്. 2013 മുതൽ തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് കണ്ടെത്തിയത്. MK സാനു നയിച്ച ധാർമ്മിക പോരാട്ടമാണ് ചരിത്രപരമായ വിധിക്ക് വഴി തുറന്നത്. CPM സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷവും ആരോപിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസ് വൈകിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ പോലും പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നു. വിജിലൻസ് അന്വേഷണ സംഘം കേസിൽ പലപ്പോഴും വെള്ളാപ്പള്ളി നടേശന് ക്ലീൻ ചീറ്റ് നൽകി. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ചോദ്യം ചെയ്ത മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം വേഗത്തിലാക്കാൻ ഹൈക്കോടതി വിജിലൻസ് നിർദ്ദേശം നൽകിയിരുന്നു. 2024 വിജിലൻസ് അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിച്ചായും ഫണ്ടുകൾ സർക്കാരിന് തിരികെ നൽകിയതിനാൽ തട്ടിപ്പ് നടന്നതായി കണ്ടെത്താനായിട്ടില്ല എന്നും റിപ്പോർട്ട് നൽകി. എന്നാൽ തട്ടിപ്പ് നടന്നില്ലെങ്കിൽ എന്തിനാണ് ഫണ്ട് തിരിച്ചടച്ചത് എന്ന ചോദ്യം ഈ വിഷയത്തിൽ ഇനിയും ഉത്തരം കിട്ടാതെ ഒന്നായി അവശേഷിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുമായി വെള്ളാപ്പള്ളി നടേശൻ പുലർത്തിവരുന്ന അടുപ്പം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. SNDPയെ 30 വർഷം നയിക്കുന്ന കുമാരനാശാന് പോലും കഴിയാത്ത കാര്യം എന്നായിരുന്നു വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ പുകഴ്ത്തിയത്. മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകളോ കോളേജുകളോ നിർമ്മിക്കാനുള്ള സർക്കാർ അനുമതി ഇല്ലെന്ന വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശവും സമൂഹത്തിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്.